ശബരിമല ദർശനം നടത്തിയിട്ടുള്ള ആരും ഈ കാഴ്ച കാണാതിരിക്കില്ല. ഇരുമുടിക്കെട്ടേന്തി തെങ്ങും തൈയുമായി മല കയറുന്ന അയ്യപ്പന്മാർ. തത്വമസി പൊരുളിലേക്കുള്ള യാത്രയുടെ ഒരു ഘട്ടമാണിത്. 18 മണ്ഡലകാലം മല ചവിട്ടിയതിൻ്റെ പുണ്യം. எனக்கு பல கஷ்டங்கள்லாம் இருந்தது. ஐயப்பனுக்கு வேண்டி இந்த தான் வேண்டுதலை செஞ்சிருக்கிறோம். ஐயப்பனுக்கு எல்லா ஒரு என்னால் பேச முடியல, என்னன்னு தெரியல. അതങ്ങ് മറുകുത് അയ്യപ്പനുடைய. മണ്ഡലകാലത്ത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 100 പേരെങ്കിലും ഗുരുസ്വാമിമാരായി മാറുന്നുണ്ട്. ഭസ്മക്കുളത്തിന് സമീപമാണ് തെങ്ങുംതൈ നടാനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. ചിലർ മാളികപ്പുറം ക്ഷേത്രത്തിന് എതിർവശത്തായി കൽപ്പകവൃക്ഷം നട്ട് സായുജ്യമണിയുന്നു. ഇതിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. ശബരിമല 18 years completed to coconut trees most of 18வது வருஷம் எனது வெற்றிகரமாக முடிஞ்சிருச்சு. സ്വാമി ശരണമയ്യപ്പ. ഗുരുസ്വാമിമാർ ഇത്രയേറെ തെങ്ങുകൾ സന്നിധാനത്ത് നടുന്നുണ്ടെങ്കിലും ഒരു നാളികേര വൃക്ഷം പോലും ഇവിടെ കാണാൻ കഴിയില്ല. കാരണം തൈകൾ ലേലം കൊണ്ടിട്ടുള്ള കരാറുകാരനുള്ളതാണ്. നാട്ടിലെത്തിച്ച് നഴ്സറികൾക്കും മറ്റും വിതരണം ചെയ്യും. ഗുരുസ്വാമിമാർ നടുന്ന തെങ്ങിൻ തൈകൾ പരിപാലിക്കുന്നതിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് മുൻപ് പലതവണ ആലോചിച്ചിരുന്നെങ്കിലും പലവിധ കാരണങ്ങളാൽ ഇതുവരെ നടന്നിട്ടില്ല. പ്രേംശശിക്കൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.